നമ്മൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു ലോക്കിൽപ്പെട്ടത്? ആ 10 കാരണങ്ങളാണ് നമ്മൾ ആദ്യം പഠിക്കാൻ വേണ്ടി പോകുന്നത്. ട്രാപ്പ് നമ്പർ 1, നമ്മൾ എങ്കറിംഗ് ട്രാപ്പ് എന്ന് പറയുന്നത് ഫസ്റ്റ് ട്രാപ്പിൽ പെട്ടുപോയി. ഇത് നമ്മൾ സൂമിലോ പഠിച്ചതാണ്, എങ്കിൽ ജസ്റ്റ് ഒന്ന് ഓടിച്ച് 3 പഠിച്ചിട്ടുണ്ട്. ബാക്കി 7 നമുക്ക് പഠിക്കാം. 1 ആങ്കറിംഗ് ട്രാപ്പ്, അതായത് പാസ്റ്റ് എക്സ്പീരിയൻസ്. മുൻപ് നമ്മൾ എന്തൊക്കെയോ ചെയ്തു, ആ ചെയ്തതിലുള്ള എന്ത് വെച്ചോ നമ്മൾ വിലയിരുത്തുന്നു, അതുമായിട്ട് നമ്മൾ മുന്നോട്ടേക്ക് പോകുന്നു. എന്ത് പുതിയ അവസരം കേട്ടാലും പാസ്റ്റ് എക്സ്പീരിയൻസിനെ വെച്ച് നമ്മൾ എന്ത് ചെയ്യും? അതിലൊന്ന് വാലിഡേറ്റ് ചെയ്യും. പാസ്റ്റ്, അയ്യോ ഇതങ്ങനെയല്ലേ, ഇതിങ്ങനെയല്ലേ. അങ്ങനെ പുതിയൊരു അവസരം കേട്ടാലും നമ്മൾ എന്ത് ചെയ്തു? ഇന്ന് ആ പാസ്റ്റ് എക്സ്പീരിയൻസിനെ വെച്ച് ആങ്കർ ട്രാപ്പ് എന്ന് പറയുന്ന ഒരു ട്രാപ്പിൽ നമ്മൾ പെട്ടുപോയി. 2 സ്റ്റാറ്റസ് ട്രാപ്പ്. എനിക്കിനി വലുതായിട്ട് ആഗ്രഹങ്ങളൊന്നുമില്ല, ഇതേപോലെ തന്നെ ജീവിച്ചു പോയാൽ മതി. ആരാ? ചെകുത്താൻ. 10 ചെകുത്താന്റെ സ്വഭാവം പറയുന്നത്. 1, മുൻപ് ചെകുത്താൻ പറയും നിനക്ക് വേറെ പണിയില്ല, ഇതൊക്കെ മുൻപ് കുറെ വന്നത് ഇവിടെയാണ്. അങ്ങനെ മുൻപുള്ള കാര്യങ്ങളെ വെച്ച് വിലയിരുത്തി നമ്മളെ സമ്മതിക്കില്ല. 2, ഇത് മതി അല്ലെ, പുതിയതൊന്നും വേണ്ട, ഇപ്പോൾ എന്തുണ്ടോ അത് മതി. മെയിൻറ്റെയിനിങ് കറന്റ് കംഫർട്ട്, ഇപ്പോൾ ഉള്ളത് വീട്ടിലൊന്നും കൂടുതൽ വേണ്ട. പോയിന്റ് നമ്പർ 3, സങ്ക് കോസ്റ്റ് ട്രാപ്പ്, സ്റ്റിക്കിംഗ് റോങ് ഡിസിഷൻ. പണ്ട് എടുത്ത ഏതോ ഒരു തീരുമാനം, അതിൽ നിന്ന് ഞാൻ മാറാൻ തയ്യാറല്ല, ഇത് മതി, ഈ തീരുമാനം നല്ലതാണെന്നും പറഞ്ഞ് ഞാൻ പിടിച്ച മോയിലിന് 3 തുമ്പ്. സ്റ്റിക്കിംഗ് റോങ് ഡിസിഷൻ. ഇപ്പൊ ഇവിടെ നൗറി ഇരിക്കുന്നുണ്ട്. ഞാൻ ഒരു ഫാഷൻ ഡിസൈനറായി ലോകം അറിയപ്പെടാൻ പോകുന്ന ആളാണെന്ന ഒരു റോങ് ഡിസിഷൻ എടുത്ത വ്യക്തിയായിരുന്നു. പക്ഷെ ഇപ്പൊ എന്തായി? നൗറി മൊത്തം പൊട്ടിച്ചു അല്ലെ, മൊത്തം പൊട്ടിച്ചു. നോ, ഞാൻ എടുത്ത തീരുമാനം തെറ്റായിരുന്നു. ഫാഷൻ ഡിസൈനിങ് അല്ല വലുത് അല്ലെ, അത് ചെയ്ത് വിജയിക്കണമെങ്കിൽ ഒരുപാട് കടമ്പകൾ കിടക്കേണ്ടതാണെന്നുള്ള റിയാലിറ്റി മനസ്സിലായപ്പോ ഞാൻ എന്ത് ചെയ്തു? അതിനെ പൊട്ടിച്ചടിച്ചു. എന്തായിരുന്നു? സങ്ക് കോസ്റ്റ് ട്രാപ്പ്. കൺഫേമിംഗ് എവിഡൻസ് ട്രാപ്പ്. എന്തു പറഞ്ഞാലും ഞാനാണ് ശരി, ഞാൻ മാത്രമാണ് ശരി, വേറെ ഒരാള് പറയുന്നതോ കേൾക്കുന്നതോ ഒന്നും ഇവര് തയ്യാറാവില്ല. എന്തായിരുന്നു? കൺഫേമിംഗ് എവിഡൻസ് ട്രാപ്പ്. അത് പറഞ്ഞ കാര്യം ശരിയാക്കാൻ വേണ്ടി അവർ ഏതറ്റം വരെയും പോകും. പക്ഷെ ജീവിതത്തിൽ പരാജയം മാത്രം ബാക്കി. കൺഫേമിംഗ് എവിഡൻസ് ട്രാപ്പ് ചാത്തന്റെ 4ാമത്തെ പിടുത്തമാണ്. എന്തു പറഞ്ഞാലും ഞാൻ മാത്രമാണ് ശരി, ഞാനാണ് ശരി, ഞാനേ ശരിയുള്ളൂ, നിങ്ങളൊന്നും ശരിയല്ല. പോയിന്റ് നമ്പർ 5, ഫ്രെയിമിംഗ് ട്രാപ്പ്. അതായത് യാഥാർത്ഥ്യം അറിയാം, എങ്കിലും കണ്ണടച്ചിരിട്ടല്ല. ഒരു തെറ്റ് പറ്റിയാൽ തെറ്റ് പറ്റിയെന്നറിയാം, പക്ഷേ ഈ തെറ്റ് പറ്റിയാലും എന്തു പറയും? കണ്ണടച്ചിരിട്ടാക്കി അതാണ് ശരി എന്ന് പറയും. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഞാനും വൈഫും കൂടെ ലാബില് ബ്ലഡ് ചെക്ക് ചെയ്യാൻ പോയി. എനിക്ക് കൊളസ്ട്രോളും വൈഫിന് ഒരു ഗൈനക് പ്രോബ്ലം ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ 2 പേരും ഹോസ്പിറ്റലിൽ പോകുന്നു, ഞങ്ങൾ ബ്ലഡ് കൊടുക്കുന്നു. അതിന്റെ റിസൾട്ട് വാങ്ങി ഡോക്ടറെ അടുത്ത് ചെല്ലുന്നു. ഡോക്ടർ 2 പേർക്കും മെഡിസിൻ കുറിച്ച് തന്നു. ഓക്കെ. പക്ഷേ പുറത്തിറങ്ങിയ ഡോക്ടർ തിരിച്ചു വിളിക്കുകയാണ്. തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു, എന്തൊരു കുഴപ്പമുണ്ടല്ലോ, എനിക്ക് കൊളസ്ട്രോൾ, ഭാര്യക്ക് ഒരു ഗൈനക് പ്രോബ്ലം ആയിരുന്നു. അങ്ങനെ ഡോക്ടർ മരുന്ന് തന്നത് വൈഫിന് കൊളസ്ട്രോൾ ഉള്ള മെഡിസിനും എനിക്ക് തന്നത് പീരീഡ്സ് കറക്റ്റ് ആവാനുള്ള ടാബ്ലറ്റ്.
എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് പീരീഡ്സ് ഇറഗുലർ, പക്ഷേ ആ ഗുളിക എനിക്ക് തന്ന അവസ്ഥ എന്താ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഫ്രെയിമിംഗ് ട്രാക്ക്. ക്ലിയർ ആയിട്ട് ക്ലിയർ ആയിട്ട് അപ്പൊ എന്താണ്? അപ്പോ ഇത് അവിടെ ചെന്നവർ അവർ തെറ്റ് അവർക്കെല്ലാം വെച്ച് ചെയ്തെന്ന് പറഞ്ഞ് അവര് വാദിക്കുക. എന്തായിരുന്നു? ഫ്രെയിമിംഗ് ട്രാക്ക്. ക്ലിയർ ആയിട്ട് അതായത് അവർ പറഞ്ഞതാണ് ശരി, അവർ പറഞ്ഞത് നിങ്ങൾ നമ്മൾ തെറ്റ് ചെയ്താൽ മറ്റു നമ്മൾ അവർ സമ്മതിക്കില്ല. ഓക്കെ, ദാറ്റ് ഈസ് ഫ്രെയിമിംഗ് ട്രാക്ക്. ദാറ്റ്സ് ഇറ്റ്. ഐ നോ ഇറ്റ്. എനിക്കെല്ലാം അറിയാം. പിന്നെ ഞാൻ ആരാണ് അല്ലേ? ഐ ഡോണ്ട് നീഡ് എ മെന്റർ. എന്തെങ്കിലും പറഞ്ഞാലോ എനിക്ക് ഇതിന് ഉപദേശം വേണ്ട, എനിക്കൊരു ഉപദേശകനും വേണ്ട, എനിക്കെല്ലാം അറിയാമേ. ഞാൻ ആരാന്നറിയോ? എത്ര സ്കൂളിലെ പ്രിൻസിപ്പളെന്ന് പറയും ഞാൻ അല്ലേ? ഡോളി മേഡം എത്ര സ്കൂളിലാ, എത്ര കോളേജിലാ അല്ലേ? ഐ നോ ഇറ്റ്. ദ നെക്സ്റ്റ് reason even trap. Point number 7, fear from recent failure or belief. അതായത് പണ്ട് നമ്മൾ എന്തോ ചെയ്ത് തോറ്റുപോയിട്ടുണ്ട്, അതുകൊണ്ട് ഇതും അങ്ങനെയാണെന്നുള്ളൊരു അല്ലെ, പണ്ട് എന്തോ ചെയ്തു അതേപോലെയാണ് ഇത്, അണിതെന്ന് വാങ്ങിച്ച അതല്ലേ ഇത് മറ്റേ തട്ടിപ്പല്ലേ, ഈ തട്ടിപ്പല്ലേ അല്ലെ, എന്തോ ചെയ്ത് തോറ്റുപോയി. മറ്റേത് ബിലീഫ്. അതായത് റമദാൻ മാസത്തിൽ പഠിക്കാൻ പാടുണ്ടോ അല്ലെ? എനിക്ക് പണ്ട് ഞാൻ കൊടുങ്ങല്ലൂർ താമസിക്കുമ്പോ ഒരു വലിയ ട്രാക്കിലായിരുന്നു, വേറെ ഒന്നുമല്ല, അവിടെ ചേരമാൻ പള്ളിയുണ്ട്. ഈ പള്ളിയുടെ അവിടെ മുമ്പിലൂടെ പോയി കഴിയുമ്പോൾ നേർച്ചപ്പെട്ടിയിട്ട് പൈസ ഇടണം. ഇതെന്തൊരു വലിയൊരു വിശ്വാസമാണ്. പക്ഷേ ഒരു ദിവസം എനിക്ക് തോന്നുകയാണ്, ഞാൻ ഒരു കാറ്ററിംഗിന്റെ ഓർഡറിന് വേണ്ടി കൊല്ലത്ത് പോവാണ്. എറണാകുളം ഞാൻ ആലപ്പുഴ എത്തിയപ്പോൾ മനസ്സിലായത് പള്ളിയിൽ പൈസ ഇല്ല. അന്ന് ഞാൻ പോയപ്പോൾ എനിക്ക് പൈസ കിട്ടി. എങ്ങനെ? ആ ബുക്കിംഗ് എടുക്കാൻ വേണ്ടി പോയപ്പോ എന്റെ ധാരണ എന്താ, പള്ളിയിൽ പൈസ ഇട്ടില്ലെങ്കിൽ ഒന്നും നടക്കില്ല. പക്ഷെ അന്നൊരു കാര്യം മനസ്സിലാക്കിയപ്പോൾ സംഭവം നടന്നല്ലോ അല്ലെ? അന്നത് നടന്നില്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ എന്ത് ചെയ്യണം? ഓരോ ദിവസവും എറണാകുളത്ത് നിന്ന് ചേരമം പള്ളിയിലേക്ക് പോകണം. അന്ന് നടന്നുകൊണ്ട് എന്തായി? അങ്ങനെ തെറ്റായ വിശ്വാസങ്ങളും വെച്ച് പുലർത്തുന്നവർ, തെറ്റായ വിശ്വാസം ഇല്ലേ നിങ്ങൾക്ക്? തെറ്റായ വിശ്വാസം. ചൊവ്വാഴ്ച ആർക്കും പണം കൊടുക്കരുത്, വൈകുന്നേരമായ നഖം വെട്ടരുത് ഇല്ലേ? എന്തുകൊണ്ടാണ് വൈകുന്നേരമായി നഖം വെട്ടാത്തെന്ന് അറിയോ? പണ്ട് ഇവിടെ ലൈറ്റ് ബൾബ് ഉണ്ടായിരുന്നില്ല. അന്ന് വെളിച്ചത്ത് വെട്ടുമ്പോ കൈ മുറിയാതിരിക്കാൻ വേണ്ടി ആരോ പറയുന്നതാ. പക്ഷെ ഇന്ന് ബൾബ് കണ്ടുപിടിച്ച് വെട്ടിക്കോന്നേ. ഇത്രയുള്ള പ്രശ്നം എന്താ? ബിലീഫ്. പണ്ട് ആരോ പറഞ്ഞ് പറ്റിച്ചതാണ് അല്ലേ? അപ്പൊ എന്തായിരുന്നു? റീസൺ ഈവൻ ബിലീഫ് അല്ലെ? പഴയ കാര്യങ്ങൾ തോറ്റുപോയിട്ടും അല്ലെ, ഇങ്ങനെ പല വിശ്വാസങ്ങളുണ്ട് അല്ലെ? പല വിശ്വാസം. അയ്യോ നോമ്പെടുക്കാതെ എന്ത് പറ്റുന്നു അല്ലെ? എന്തിനാ നോമ്പെടുക്കണേ? എന്തിനാ? സ്വർഗത്തിൽ പോവാനാ അല്ലെ? ഷഹീന നോമ്പെടുക്കുന്നത് സ്വർഗത്തിൽ. റാഫി നോമ്പെടുത്തിട്ട് സെറ്റായിട്ട് സ്വർഗത്തിൽ ചെന്നാൽ റാഫിക്ക് എന്ത് കിട്ടും? എന്ത് കിട്ടും? ഹൂറിയം കിട്ടും. അൺലിമിറ്റഡ് ലിക്കർ. റൈറ്റ്? ലിക്കറിന് പരിധികളില്ല, എത്ര വേണമെങ്കിലും കുടിക്കാം. ഷഹീന നിനക്ക് എന്ത് കിട്ടും? ഉണ്ട. അപ്പൊ പിന്നെ ഷഹീന അടിച്ചൂടെ? എന്തിനാ നോമ്പെടുക്കണ? ശരിയാണോ? ഇതെന്താ? ബിലീഫ്. ശരിയാണോ? വിശ്വാസങ്ങളാ. അപ്പൊ റാഫി ഇന്ന് മര്യാദക്കാരായിട്ട് ജീവിക്കുക. എന്തിനാ? അവിടെ ചെന്നാ ഇത് ഫോട്ടോസ്റ്റാറ്റാ. മെയിൻ സാധനം എവിടെ തന്നെ കിട്ടും? അവിടെ. പക്ഷേ റാഫി ഇവിടെ മര്യാദക്ക് ജീവിച്ചിട്ട് അവിടെ ചെല്ലുന്നത് കിട്ടിയില്ലെങ്കിലോ? ഗോവിന്ദ ഗോവിന്ദ. റാഫി ഇത് കിട്ടിയില്ലെങ്കിലോ? സ്വർഗത്തിൽ പോയാലേ കിട്ടുള്ളൂ. അപ്പൊ റാഫിയുടെ നോമ്പൊക്കെ പിടിച്ച് ഒരു പെണ്ണിനെ നോക്കുന്ന രണ്ടെണ്ണം അടിക്കുകയില്ല. എന്നിട്ട് അവിടെ ചെന്നാ ചെയർമാനെ സണ്ണി ലീവാണ് അല്ലേ? ക്ലിയറായോ?
അപ്പൊ ഇവിടെ നോമ്പെടുത്ത് അപ്പൊ ആണുങ്ങൾ നോമ്പെടുക്കണം എന്തിനാ ഷെഫീക്ക്? സ്വർഗം കിട്ടുന്നതിന് വേണ്ടി പോയാ. ഞാനിത് മതത്തെ പറയുന്നതല്ല കേട്ടോ, മതത്തിലുള്ള ചില വിശ്വാസങ്ങൾ എന്ന് വെച്ച് നോമ്പെടുക്കണ്ട എന്നല്ല പറഞ്ഞത്. മെയിൻ നമ്മളെ പ്രലോഭിപ്പിച്ചൊന്നും പറയണ്ട. അവിടെ ചെന്നാണ്ടല്ല എത്ര ദൂരമാനാ എന്റെ മോനെ അല്ലേ. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഞാൻ നോമ്പെടുക്കുന്നതിനാണ്. അപ്പൊ പറഞ്ഞു വന്നെന്താ, ഇത്തരത്തിലുള്ള തെറ്റ നമ്മള് നോമ്പെടുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ മറ്റൊരുപാട് കാരണങ്ങളുണ്ട്. നെഗറ്റീവായിട്ടുള്ള ഈ കാര്യങ്ങൾക്ക് വേണ്ടി ആകരുത്. ക്ലിയർ ആയോ അല്ലെ? അതുകൊണ്ട് മറ്റൊരുപാട് കാര്യങ്ങൾ നമുക്ക് കിട്ടാനുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത്തരത്തിലുള്ള ബിലീഫുകൾ ഉണ്ടാകരുത്. ഓക്കെ, ദ നെക്സ്റ്റ് പോയിന്റ്, ഡു ഇറ്റ് ഓൾ ട്രാക്ക്. എല്ലാം ഞാൻ തന്നെ ചെയ്യണം, ഞാൻ ചെയ്താലേ ശരിയാവും, ഞാൻ മാത്രമേ ചെയ്താൽ ശരിയാവും. അതുകൊണ്ട് സ്വന്തം എല്ലാം ഞാൻ തന്നെ ചെയ്യും. അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പിച്ചോ, എവിടെ എത്തില്ല അല്ലെ? ഞാൻ ചെയ്താലേ ശരിയാവും, എല്ലാം ഞാൻ തന്നെ ചെയ്യണം. ഡു ഇറ്റ് ഓൾ ട്രാക്ക്. പോയിന്റ് പറഞ്ഞേ, കമ്പാരിസൺ ട്രാക്ക്. എപ്പോഴും വലിയ വലിയ ആളുകളുമായിട്ട് കമ്പയർ ചെയ്യും. എന്നാലും സ്റ്റെപ്പായിട്ട് മുന്നോട്ട് പോകാൻ ഇവര് തയ്യാറല്ല. എല്ലാം കമ്പയർ, അയാൾ പോലാകാൻ ഇയാൾ പോലാകാൻ വേണ്ടി ജബൂസിനെയും യൂസുഫ് അലിഖാനെയും വാറൻ ബഫറ്റിനെ കമ്പയർ ചെയ്യും അല്ലെ? പക്ഷെ അവിടെ എത്തും ഇല്ല. കമ്പയർ ചെയ്തുകൊണ്ട് ജീവിതം തന്നെ ഇന്നാകും നാളാകും എന്നാൽ അതിന്റെ ആക്ഷൻ ഉണ്ട് ചെയ്യില്ല. എന്നാലോ ആ ഒരു കമ്പയറിംഗിന്റെ പുറത്ത് ജീവിച്ചു പോകുക. പോയിന്റ് നമ്പർ 10, പാർട്ട്ണർ ട്രാപ്പ്. ബിസിനസ്സിൽ ഇനി അങ്ങോട്ടേക്ക് വിജയിക്കണമെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും നമുക്ക് പാർട്ട്നേഴ്സ് വേണം. കാരണം എനിക്കുള്ള കഴിവല്ല ചെയർമാനുള്ളത്, ചെയർമാനുള്ള കഴിവല്ല എനിക്കുള്ളത്. അപ്പൊ ബിസിനസ്സിൽ എന്തുണ്ട്, നല്ല ഒരു പാർട്ട്ണറെ കിട്ടിയില്ലെങ്കിൽ എപ്പോ പൊട്ടിയെന്ന് ചോദിച്ചാൽ മതി. ഇതേപോലെ തന്നെയാണ് പല ഭർത്താക്കന്മാരും. നല്ല ഭാര്യയെ കിട്ടിയില്ലെങ്കിൽ ഫവാസിന്റെ പോലെ ജീവിക്കേണ്ടി വരും. ക്ലിയർ ആയോ? അതായത് നല്ല ഭാര്യയെ കിട്ടുന്ന അല്ലെങ്കിൽ നല്ല ഭർത്താവിനെ കിട്ടുന്നിടത്താണ് എന്തുള്ളത്, രഹന അല്ലെ? എന്തുള്ളത് അല്ലെ? നല്ല രീതിയിൽ ജീവിച്ചു പോകാൻ പറ്റും. അപ്പോ പാർട്ട്ണറെ കിട്ടിയതിന്റെ പേരിൽ തോറ്റുപോയവർ പാർട്ട്ണറെ കിട്ടിയതിന് മാറ്റാൻ പറ്റുമോ? ഉള്ളിൽ ഇപ്പൊ ഉണ്ടാകുന്ന തരം മാറ്റാൻ പറ്റുമോ? അഭിലാഷ നടക്കില്ല, പെറ്റിപ്പോയി. എന്ത് ചെയ്യാൻ? അപ്പൊ എവിടെ നിന്ന് പാർട്ട്ണർ ട്രാപ്പ്. അപ്പോ അങ്ങനെ പരാജയപ്പെട്ടവരുണ്ട്. അപ്പൊ ബിസിനസ്സിൽ പണിപ്പോ റാഫേല് ഒരു അസോസിയേറ്റ് പാർട്ട്നേഴ്സാണ്. പക്ഷെ ഇതിൽ ഒരാൾക്ക് എന്തെങ്കിലും നെഗറ്റീവ് ചെയ്താൽ എല്ലാവരും അത് ഫീൽ ആവും അല്ലെ? ഇപ്പൊ ജയ്സ് വിചാരിക്കാണ് റാഫി എന്നും പാടാൻ പോവുക, പാർട്ട്നേഴ്സാണ്. റാഫി എന്നും പാടാൻ പോവുകയാണ്, ഞങ്ങൾ കൂടെ വരുന്നില്ലെങ്കിൽ ആ നീച്ചില് ഇങ്ങനെ കേട്ടു ബിസിനസ് ഗ്രോത്ത് ഉണ്ടാവില്ല. റിജു പാർട്ണറൊക്കെയാണ്, പക്ഷെ രംഗത്തില്ല, നീറ്റിലാണ്. ക്ലിയർ ആയോ? അപ്പൊ ഇതേപോലെ പാർട്ട്നേഴ്സ് ട്രാപ്പിൽ പെട്ടുപോയവരുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? മുന്നോട്ട് പോകുമ്പോ അതിൽ തടസ്സങ്ങൾ വന്ന് അവിടെ വെച്ച് മുറിച്ചേക്കണം. ക്ലിയർ? മുന്നോട്ട് പോകുന്നില്ലെങ്കിൽ എന്ത് ചെയ്യാം? അവിടെ തന്നെ വീണ്ടും വീണ്ടും അഭിലാഷ പെറ്റിലും കൂടി കളയില്ലേ. എക്സാമ്പിൾ, എന്റെ വൈഫിന്റെ മൂത്ത ആങ്ങളയുണ്ട്. ആള് വലിയ പണ്ഡിതനാണ്. ഇടയ്ക്കിടയ്ക്ക് പോലും അളിയാൻ എന്റെ പെങ്ങളായാലും ശരി, അളിയൻ എന്ന് വേണ്ട ഒന്ന് കളഞ്ഞേക്കണം, കൂടെ കൊണ്ടടക്കരുത്. സീരിയസ്ലി. അതായത് അങ്ങനെ വരുമ്പോൾ നമ്മുടെ ജീവിതമാണ് ഓർമ്മിക്കപ്പെടുന്നത്. എന്ന് വെച്ച് കളയാനല്ല പറഞ്ഞത്, തിരുത്താൻ പറ്റുമോ നോക്കാം അല്ലെ? അപ്പൊ അത്തരത്തിൽ ഇപ്പോ മേളിൽ അനുഭവിക്കുന്ന ഒരു വേദനയുണ്ട് ലിന്നുവിനെ കൊണ്ട്. രക്ഷയില്ല, പെട്ടുപോയി അല്ലെ ലിന്നു? എന്ത് ചെയ്യാനാ മേളിലെ ട്രെയിനൊക്കെ തലവൻ ചെയ്യണം, രക്ഷയില്ലല്ലോ അല്ലെ? അപ്പൊ ഇത്തരത്തിൽ ട്രാപ്പിൽ പെട്ടുപോയവർ പാർട്ട്ണർ ട്രാപ്പ്. ഒന്ന് ടേബിളിൽ തിരിഞ്ഞിരുന്ന ലീഡേഴ്സ് 10 ട്രാപ്പ് ഒന്ന് ഡിസ്കസ് ചെയ്ത് 10 ട്രാപ്പിൽ പെട്ടെന്ന് ആയിക്കോട്ടെ കേട്ടാ. അറിയാത്തൊന്ന് പറഞ്ഞു കൊടുത്തോ.